ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഉണക്കച്ചമ്മൻ കസവ ഉണ്ടാക്കിയാലോ? കൊള്ളാലേ, ഒരു വെറൈറ്റി ഡിഷല്ലേ? ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത്. ചുമ്മാ ഇരുന്ന് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേ കിടക്കുന്ന കോക്കനട്ട് കസവ. അപ്പോൾ പിന്നെ അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വെച്ചാൽ വീഡിയോ അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. അതെന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കും കൂടി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ. വീഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ ദേ കിടക്കുന്ന നമ്മുടെ കപ്പപ്പുഴുക്ക്. പേരിൽ മാത്രമേ ഗുമ്മുള്ളൂ, സാധനം നമ്മുടെ ഏത് കപ്പപ്പുഴുക്ക്. കപ്പയെങ്കിൽ കപ്പ. വെറൈറ്റി ഡിഷ് തിന്നണമെന്ന് ആഗ്രഹിച്ചു പോയില്ലേ? ഇനിയിപ്പോൾ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. ഒരു 4 ദിവസം മുമ്പ് വാങ്ങിയ കപ്പയും കിടക്കുന്നുണ്ട്. അപ്പം എങ്ങനെ തുടങ്ങിയാലോ? അപ്പോൾ ഇത് കോക്കനട്ട് കസവല്ലാട്ടോ ഉണ്ടാക്കുന്നത്. എന്നും കോക്കനട്ട് കസവയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെറിയൊരു വെറൈറ്റി ആയിക്കോട്ടെ, എന്താ? അപ്പോൾ ഇന്നൊരു ഉണക്കച്ചെമ്മീൻ കസവയായാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ചെയ്യാനായി ഞാനിവിടെ നമ്മുടെ കസവയൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറിവേപ്പില എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഡ്രൈഡ് പ്രോൺസ് ആണ്. അപ്പോൾ ഇതൊന്ന് കഴുകി ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ചെമ്മീനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി കപ്പ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്യണം. അതിനേക്കാൾ മുമ്പ് ഉണക്കച്ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ചൂടുവെള്ളത്തിലിട്ട ഈ ചെമ്മീൻ ഒന്ന് കഴുകിയെടുക്കണം. മണലൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കഴുകിയെടുക്കാൻ. ഒരു 3-4 വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് ചൂടുവെള്ളമാണ്. ഇനി പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതിയാവും. ഇതിനകത്ത് കുറച്ചേ മണലുള്ളൂ, എന്നാലും കഴുകിയെടുക്കണം, ഇല്ലെങ്കിൽ കല്ല് കടിക്കും. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. ഞാനിതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് കഴുകിയെടുത്തതുകൊണ്ട് ഉപ്പ് കുറഞ്ഞ് പോയിട്ടുണ്ടാവും, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിൻ്റെ വെള്ളം വലിയുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കപ്പയുടെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കണം. ചെമ്മീനും ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. കപ്പ ഞാനൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഈ ചെമ്മീനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെമ്മീൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ക്രഷ് ചെയ്തെടുക്കാം. പച്ചമുളകും എല്ലാം കൂടിയാണ് ഇടുന്നത്. ചെറിയ ഉള്ളിയൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഉള്ളി കൂട്ടുന്നത് അരച്ചെടുത്തത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം.
കപ്പ ഉണക്കച്ചെമ്മീൻ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.